നമസ്കാരം കുഞ്ഞുങ്ങളെ, സുഖമായിരിക്കുന്നോ? സന്തോഷമാണോ? കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടെല്ലാം എഴുതിയെടുത്ത് പഠിച്ചോ? പുസ്തകം വായിച്ചോ? കോപ്പി ബുക്കിൽ ഭംഗിയായി എഴുതിയെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നിങ്ങൾ മിടുക്കരാ. കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നൊരു രസകരമായ കഥ പഠിക്കാം. നിങ്ങൾ തയ്യാറാണല്ലോ? എന്നാൽ ശ്രദ്ധിച്ചേ, ടീച്ചർ പുസ്തകം വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പാഠം 12 കരടിപ്പോത്തും എലിക്കുട്ടനും. പാഠം 12 കരടിപ്പോത്തും എലിക്കുട്ടനും. അങ്ങു ദൂരെ മലയടിവാരത്തിൽ ഒരു എലിക്കുട്ടനുണ്ടായിരുന്നു. പ്രഭാതത്തിൽ നടക്കാനിറങ്ങിയ എലിക്കുട്ടൻ വഴിയിൽ ഒരു കുറുക്കനെ കണ്ടു. എലിക്കുട്ടനെ കുറുക്കൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറുക്കൻ്റെ സൂത്രം മനസ്സിലാക്കിയ എലിക്കുട്ടൻ പറഞ്ഞു, എൻ്റെ ചങ്ങാതിയായ കരടിപ്പോത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ചേട്ടൻ വരുന്നോ? ആരാ ഈ കരടിപ്പോത്ത്? കുറുക്കൻ ചോദിച്ചു. പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്. കുറുക്കൻ്റെ ഇറച്ചിയാണ് പ്രിയ ഭക്ഷണം. എടാ എലിക്കുട്ട, ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോകുന്നു. കുറുക്കൻ സ്ഥലം വിട്ടു. ബുദ്ധിപൂർവം കുറുക്കനെ പറ്റിച്ചിട്ട് എലിക്കുട്ടൻ നടന്നു. തന്നെ തിന്നാൻ വന്ന കഴുകനെയും മൂർഖനെയും ഇങ്ങനെ എലിക്കുട്ടൻ പറ്റിച്ചു. എലിക്കുട്ടന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പണ്ടെന്നോ അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേര്. ആ പേര് പറഞ്ഞ് മണ്ടന്മാരെ പറ്റിച്ചല്ലോ എന്ന് എലിക്കുട്ടൻ അഭിമാനിച്ചു. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അങ്ങു ദൂരെ മലയടിവാരത്തിൽ ഒരു എലിക്കുട്ടനുണ്ടായിരുന്നു. പ്രഭാതത്തിൽ നടക്കാനിറങ്ങിയ എലിക്കുട്ടൻ വഴിയിൽ ഒരു കുറുക്കനെ കണ്ടു. എലിക്കുട്ടനെ കുറുക്കൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറുക്കൻ്റെ സൂത്രം മനസ്സിലാക്കിയ എലിക്കുട്ടൻ പറഞ്ഞു, എൻ്റെ ചങ്ങാതിയായ കരടിപ്പോത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ചേട്ടൻ വരുന്നോ? ആരാ ഈ കരടിപ്പോത്ത്? കുറുക്കൻ ചോദിച്ചു. പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്. കുറുക്കൻ്റെ ഇറച്ചിയാണ് പ്രിയ ഭക്ഷണം. എടാ എലിക്കുട്ട, ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോകുന്നു. കുറുക്കൻ സ്ഥലം വിട്ടു. ബുദ്ധിപൂർവം കുറുക്കനെ പറ്റിച്ചിട്ട് എലിക്കുട്ടൻ നടന്നു. തന്നെ തിന്നാൻ വന്ന കഴുകനെയും മൂർഖനെയും ഇങ്ങനെ എലിക്കുട്ടൻ പറ്റിച്ചു. എലിക്കുട്ടന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പണ്ടെന്നോ അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേര്. ആ പേര് പറഞ്ഞ് മണ്ടന്മാരെ പറ്റിച്ചല്ലോ എന്ന് എലിക്കുട്ടൻ അഭിമാനിച്ചു. ടീച്ചർ വായിച്ച ഭാഗത്തിൻ്റെ ആശയം പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അങ്ങ് ദൂരെ ദൂരെ മലയടിവാരത്തിൽ ഒരു എലിക്കുട്ടൻ ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ മലയടിവാരം മലയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ താഴ്ഭാഗത്തായി ഒരു എലിക്കുട്ടൻ ഉണ്ടായിരുന്നു. മലയുടെ അടിവാരത്തിൽ ആരാണുണ്ടായിരുന്നത്? എലിക്കുട്ടൻ ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ നടക്കാനിറങ്ങിയ എലിക്കുട്ടൻ വഴിയിലൊരു കുറുക്കനെ കണ്ടു. പ്രഭാതം രാവിലെ നടക്കാനിറങ്ങിയ എലിക്കുട്ടൻ വഴിയിൽ ആരെ കണ്ടു? ഒരു കുറുക്കനെ കണ്ടു. മലയടിവാരത്തിൽ ആര് താമസിച്ചിരുന്നു? എലിക്കുട്ടൻ താമസിച്ചിരുന്നു. പ്രഭാതത്തിൽ എലിക്കുട്ടൻ നടക്കാനിറങ്ങിയപ്പോൾ വഴിയിൽ ഒരു കുറുക്കനെ കണ്ടു. എലിക്കുട്ടനെ കുറുക്കൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എലിക്കുട്ടനെ കണ്ടപ്പോഴേ കുറുക്കൻ പറഞ്ഞു, ബാ, നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് കുറുക്കൻ പറഞ്ഞു. ക്ഷണിച്ചു വിളിച്ചു. ബുദ്ധിമാനായ എലിക്കുട്ടന് കുറുക്കൻ്റെ സൂത്രം മനസ്സിലായി. ബുദ്ധിയുള്ള എലിക്കുട്ടനെ കുറുക്കൻ്റെ തന്ത്രം മനസ്സിലായി. ഞാൻ എൻ്റെ ചങ്ങാതിയായ കരടിപ്പോത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറുക്കൻ ചേട്ടൻ വരുന്നോ എന്ന് എലിക്കുട്ടൻ ചോദിച്ചു. എലിക്കുട്ടൻ എന്താ ചോദിച്ചത്? ഞാൻ എൻ്റെ ചങ്ങാതിയായ കരടിപ്പോത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറുക്കൻ ചേട്ടൻ വരുന്നോ എന്ന് ചോദിച്ചു. കുറുക്കൻ ചോദിച്ചു, ആരാണ് ഈ കരടിപ്പോത്ത്? അപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്. കുറുക്കൻ എന്താ ചോദിച്ചത്? ആരാണാവോ ഈ കരടിപ്പോത്തെന്ന് ചോദിച്ചു. കുറുക്കൻ എന്തു ചോദിച്ചു? ആരാണാവോ ഈ കരടിപ്പോത്തെന്ന് ചോദിച്ചു. അപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്.
പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കുറുക്കൻ്റെ ഇറച്ചിയാണ് പ്രിയ ഭക്ഷണം. എന്താ ഈ കരടിപ്പോത്തിൻ്റെ പ്രിയ ഭക്ഷണം? കുറുക്കൻ്റെ ഇറച്ചിയാണ് പ്രിയ ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം. പ്രിയ ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും ഇല്ലേ? അതുപോലെ കരടിപ്പോത്തിൻ്റെ ഇഷ്ടഭക്ഷണം ഏതെന്നാണ് എലിക്കുട്ടൻ പറഞ്ഞത്? കുറുക്കൻ്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോഴേ കുറുക്കൻ ഒന്ന് പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ എലിക്കുട്ട, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എടാ എലിക്കുട്ട, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, എനിക്കിത്തിരി അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. കുറുക്കൻ സ്ഥലം വിട്ടു. ആരെയാണ് പേടിച്ചത് കുറുക്കൻ? കരടിപ്പോത്തിനെ പേടിച്ചു. കരടിപ്പോത്തിൻ്റെ ഇഷ്ടഭക്ഷണം കുറുക്കൻ്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ കുറുക്കൻ പേടിച്ചു. അവിടെ നിന്ന് താടി തപ്പി. ബുദ്ധിപൂർവം കുറുക്കനെ പറ്റിച്ചിട്ട് എലിക്കുട്ടൻ നടന്നു. അത് പറഞ്ഞത് ശരിയാണോ കരടിപ്പോത്തിൻ്റെ കാര്യം? ഇല്ല, വെറുതെ കരടിപ്പോത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എലിക്കുട്ടൻ നടന്നു. കുറുക്കനെയും പറ്റിച്ചു. തന്നെ തിന്നാൻ വന്ന കഴുകനെയും മൂർഖനെയും ഇങ്ങനെ എലിക്കുട്ടൻ പറ്റിച്ചു. തന്നെ ആഹാരമാക്കാൻ വന്ന കഴുകനെയും മൂർഖൻ പാമ്പിനെയും ഒക്കെ ഇങ്ങനെ എലിക്കുട്ടൻ പറ്റിച്ചു. എലിക്കുട്ടൻ ആരുടെ പേര് പറഞ്ഞാണ് കഴുകനെയും മൂർഖനെയൊക്കെ പറ്റിച്ചത്? കരടിപ്പോത്തിൻ്റെ പേര് പറഞ്ഞാണ് എലിക്കുട്ടൻ കുറുക്കനെയും കഴുകനെയും മൂർഖനെയും എല്ലാം പറ്റിച്ചത്. എലിക്കുട്ടന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എന്താ ചിരിയടക്കാൻ പറ്റാത്തത്? തന്നെ കൊല്ലാൻ വന്ന കുറുക്കനെയും കഴുകനെയും മൂർഖനെയൊക്കെ പറ്റിച്ചില്ലേ, അതോർത്ത് എലിക്കുട്ടന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. പണ്ടെന്നോ അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേര് കരടിപ്പോത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവിയാണോ അത്? ഇല്ല, പണ്ടെന്നോ അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേരാണ് കരടിപ്പോത്ത്. ആ പേര് പറഞ്ഞ് ഈ മണ്ടന്മാരെ എല്ലാം പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് എലിക്കുട്ടൻ അഭിമാനിച്ചു. പണ്ട് അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേര് പറഞ്ഞ് ഈ മണ്ടന്മാരെ എല്ലാം പറ്റിച്ചല്ലോ എന്നോർത്തോർത്ത് എലിക്കുട്ടന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എലിക്കുട്ടൻ സ്വയം അഭിമാനിച്ചു, ഞാനിവരെ എല്ലാം എന്തു ചെയ്തു, പറ്റിച്ചു എന്ന് പറഞ്ഞ് എലിക്കുട്ടൻ അഭിമാനിച്ചു. ഇത്രയും മനസ്സിലായോ? പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി ടീച്ചർ ഈ ഭാഗത്തിലുള്ള അർത്ഥവും പിരിച്ചെഴുതുകയും ഉത്തരമെഴുതുകയെല്ലാം പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അർത്ഥം: മലയടിവാരം, മലയുടെ ചുവടുഭാഗം. മലയടിവാരം, മലയുടെ ചുവടുഭാഗം. സൂത്രം: കൗശലം. സൂത്രം: കൗശലം. ഇറച്ചി, മാംസം. ഇറച്ചി, മാംസം. പിരിച്ചെഴുതുക: മലയടിവാരം, മല അധികം അടിവാരം. എലിക്കുട്ടൻ, എലി അധികം കുട്ടൻ. മലയടിവാരം, മല അധികം അടിവാരം. എലിക്കുട്ടൻ, എലി അധികം കുട്ടൻ. ഉത്തരമെഴുതുക: കുറുക്കൻ്റെ സൂത്രം മനസ്സിലാക്കിയ എലിക്കുട്ടൻ പറഞ്ഞു. എന്തായിരിക്കും കുറുക്കൻ്റെ സൂത്രം? കുറുക്കൻ്റെ സൂത്രം മനസ്സിലാക്കിയ എലിക്കുട്ടൻ പറഞ്ഞു. എന്തായിരിക്കും കുറുക്കൻ്റെ സൂത്രം? എലിക്കുട്ടനെ കൊന്നു തിന്നുക എന്നതായിരുന്നു കുറുക്കൻ്റെ സൂത്രം. എന്താണ് കുറുക്കൻ്റെ സൂത്രം? എലിക്കുട്ടനെ കൊന്നു തിന്നുക എന്നതായിരുന്നു കുറുക്കൻ്റെ സൂത്രം. കുറുക്കൻ്റെ സൂത്രം മനസ്സിലാക്കിയ എലിക്കുട്ടൻ പറഞ്ഞു. എന്തായിരിക്കും കുറുക്കൻ്റെ സൂത്രം? എലിക്കുട്ടനെ കൊന്നു തിന്നുക എന്നതായിരുന്നു കുറുക്കൻ്റെ സൂത്രം. കുഞ്ഞുങ്ങളെ, ടീച്ചർ കരടിപ്പോത്തും എലിക്കുട്ടനും എന്ന പാഠത്തിലെ നമ്മൾ പഠിച്ച ഭാഗത്തിലുള്ള ആശയം അഥവാ കഥ ചുരുക്കി പറയുകയാണ്. അങ്ങു ദൂരെ മലയടിവാരത്തിൽ ഒരു എലിക്കുട്ടൻ ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ നടക്കാനിറങ്ങിയ എലിക്കുട്ടൻ വഴിയിലൊരു കുറുക്കനെ കണ്ടു. എലിക്കുട്ടനെ കുറുക്കൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ബുദ്ധിമാനായ എലിക്കുട്ടന് കുറുക്കൻ്റെ സൂത്രം മനസ്സിലായി. എൻ്റെ ചങ്ങാതിയായ കരടിപ്പോത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനെന്ന് എലിക്കുട്ടൻ പറഞ്ഞു. കുറുക്കച്ചേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറുക്കൻ ചോദിച്ചു, ആരാണാവോ ഈ കരടിപ്പോത്ത്? അപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു,
പകുതി കരടിയും പകുതി പോത്തുമായ ജീവിയാണ് കരടിപ്പോത്ത്. കുറുക്കൻ്റെ ഇറച്ചിയാണ് പ്രിയ ഭക്ഷണം. ഇത് കേട്ടപ്പോൾ കുറുക്കൻ പേടിച്ചു. കുറുക്കൻ പറഞ്ഞു, എടാ എലിക്കുട്ടാ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞിട്ട് കുറുക്കൻ സ്ഥലം വിട്ടു. ബുദ്ധിപൂർവം കുറുക്കനെ പറ്റിച്ചിട്ട് എലിക്കുട്ടൻ നടന്നു. തന്നെ തിന്നാൻ വന്ന കഴുകനെയും മൂർഖനെയും ഇങ്ങനെ എലിക്കുട്ടൻ പറ്റിച്ചു. എലിക്കുട്ടന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. പണ്ടൊന്നോ അമ്മ പറഞ്ഞ ഒരു ജീവിയുടെ പേരാണ് കരടിപ്പോത്ത്. ആ പേര് പറഞ്ഞ് മണ്ടന്മാരെ പറ്റിച്ചല്ലോ എന്ന് എലിക്കുട്ടൻ അഭിമാനിച്ചു. ഇന്ന് പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ടീച്ചർ നോട്ട് അയച്ചു തരും. ഭംഗിയായി എഴുതി വെച്ച് നോട്ട് എഴുതിയെടുക്കുക. കോപ്പി ടെസ്റ്റിൽ ഒരു പേജ് കോപ്പി ഭംഗിയായി എഴുതുക. വീട്ടിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. നന്ദി.